ഹലോ ഡിയർ ഫ്രണ്ട്സ്, ജിതേഷ് മാഷാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഫിസിക്സിന്റെ ഈ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ സെക്ഷനിലാണ് നിൽക്കുന്നത് അല്ലേ. രണ്ടാമത്തെ ക്ലാസ് ആണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും അതിന്റെ ഡയറക്ഷനും എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. എക്സ്പെരിമെന്റ് മുഖേന നമ്മൾ പഠിച്ചു. ഒരു ഋജു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലവും അതിന്റെ ദിശയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ കണ്ടല്ലോ, ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച സ്ട്രൈറ്റ് കണ്ടക്ടർ, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യണം. ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും ഇവിടെ നെഗറ്റീവ് ടെർമിനലും താഴെ. അപ്പൊ മുകളിൽ പോസിറ്റീവ് ടെർമിനൽ, താഴെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുക എങ്ങനെയാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് മുകളിൽ നിന്ന് താഴേക്കാണ് കറണ്ട് പാസ് ചെയ്യുക. അപ്പൊ ഇതിനു ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. എങ്ങനെ നമ്മൾ ചെയ്തത്? നമ്മുടെ വലത് കൈ, റൈറ്റ് ഹാൻഡ്, വലത് കൈയിൽ ഈ കണ്ടക്ടർ പിടിക്കണം. ഏത് രീതിയിൽ പിടിക്കണം? പിടിക്കുമ്പോൾ നമ്മുടെ തമ്പ്, തള്ളവിരൽ കറണ്ട് പാസ് ചെയ്യുന്ന ദിശയിലായിരിക്കണം. കറണ്ട് മുകളിൽ നിന്ന് താഴേക്കാണല്ലോ, അപ്പൊ താഴേക്ക് തമ്പ് വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ പിടിക്കുന്നു. ഇങ്ങനെ പിടിക്കുമ്പോൾ ബാക്കിയുള്ള 4 വിരലുകൾ, ഈ 4 വിരലുകൾ പോയിന്റ് ചെയ്യുന്നതാണ്, കാണിക്കുന്നതാണ് ഇതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ ആണല്ലോ. അപ്പോ ഇങ്ങനെ നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് കാന്തിക മണ്ഡലത്തിന്റെ ദിശ. അപ്പൊ ഇതിന് ചുറ്റും ഒരു സർക്കിൾ ആയിട്ടാണ് കാന്തിക മണ്ഡലം ഉണ്ടാവുക. അപ്പൊ ഞാന് ഇതിന്റെ താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുക വിചാരിക്കുക. കണ്ടോ, താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കാന്തിക മണ്ഡലം കിട്ടുന്നത്. ഇത് ഏത് ദിശയാണ്? ക്ലോക്കിന്റെ എതിർ ദിശയാണ് അല്ലെ, എതിർ ദിശയിലാണ്. ഓക്കെ, അത് എന്തോ ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ ഇതിന്റെ ചോട്ടിൽ ഒരു കോമ്പസ് വെക്കുകയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു കോമ്പസ് വെക്കുന്നു. അപ്പൊ കറണ്ട് ഇങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ, കോമ്പസ് ഇങ്ങനെ വെക്കുന്നു. കോമ്പസിന്റെ നോർത്ത് ഇതാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ നോർത്ത് എങ്ങോട്ട് മൂവ് ചെയ്യും? നോർത്ത് എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ, മുകളിലെ ചാലകത്തിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ സൗത്തിലേക്ക് അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങോട്ടാണല്ലോ കാന്തിക മണ്ഡലത്തിന്റെ ദിശ. അപ്പൊ ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് കാന്തിക മണ്ഡലത്തിന്റെ ദിശ. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലെ. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അപ്പൊ ഇവിടെ വയ്ക്കുന്ന കാന്തിക സൂചി, മാഗ്നറ്റിക് നീഡിൽ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും. ഇതിന്റെ നോർത്ത് സൗത്തിലേക്ക് അട്രാക്ട് ചെയ്യും. കണ്ടോ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കാന്തസൂചി എങ്ങോട്ടാ ചലിക്കുന്നത്? ഇങ്ങനെ ഇങ്ങോട്ടല്ലേ ചലിച്ചത്. ഇത് ക്ലോക്കിന് എതിർ ദിശയിലാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ട് ചെയ്തത്, അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയിലാണ് ഡിഫ്ലക്ട് ചെയ്തത് എന്ന് പറയും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആണല്ലോ. അപ്പോ ഈ ഋജുചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ അതിനു ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ മനസ്സിലാക്കാനുള്ള നിയമമാണ് ഏത്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ എന്താണ്? മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം അല്ലെ. When a current passes through a straight conductor, the direction of magnetic field exerted around the conductor can be predicted using this rule. What is this? James Clerk Maxwell's right hand thumb rule. ഈ നിയമം തന്നെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, വലംപിരി സ്ക്രൂ നിയമം അഥവാ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അല്ലെ. നമ്മൾ സാധാരണ സ്ക്രൂ കണ്ടിട്ടുണ്ടല്ലോ. സ്ക്രൂ നമ്മൾ സാധാരണ കാണുന്ന എല്ലാ സ്ക്രൂവും വലംപിരി സ്ക്രൂ ആണ്, അഥവാ റൈറ്റ് ഹാൻഡ് സ്ക്രൂ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കാണുന്നില്ല. അതല്ലാതെ കാണുന്ന വളരെ റെയർ ആയിട്ടുള്ളൂ. ഈ മെഷീൻ്റെ ഒക്കെ ബ്ലേഡിൽ വരുന്ന സ്ക്രൂ, അതുപോലെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന കമ്മലിന്റെ സ്ക്രൂ ഇല്ലേ, അതൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷെ സാധാരണ അല്ലാതെ നമ്മൾ കാണുന്ന എല്ലാ സ്ക്രൂസ് എന്താണ്? റൈറ്റ് ഹാൻഡ് സ്ക്രൂ ആണ്, അഥവാ വലംപിരി സ്ക്രൂ ആണ്. അപ്പൊ ഒരു സ്ക്രൂ, ഈ വലംപിരി സ്ക്രൂ നിയമം ഇതിനെ പറയും, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്നും പറയും ഈ നിയമത്തിനെ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വലംപിരി സ്ക്രൂ, ഒരു സാധാരണ സ്ക്രൂ നമ്മൾ തിരിക്കുമ്പോൾ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ഭാഗത്തേക്ക് ചലിക്കും അല്ലെ. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ തിരിക്കുകയാണ്, കണ്ടോ, ഇങ്ങനെ തിരിക്കുകയാണ്. ഇങ്ങനെ തിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തിരിക്കുന്നുണ്ടോ? അതിന്റെ ടിപ്പ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്?
ടിപ്പ് പുറത്തേക്ക് ഇങ്ങോട്ട് മുന്നിക്ക് വരുന്നില്ലേ? അപ്പോൾ നമ്മളൊരു സ്ക്രൂ തിരിക്കുമ്പോൾ ഒരു സ്ക്രൂ തിരിക്കുന്നു, അപ്പോൾ അതിൻ്റെ ടിപ്പ് മുന്നോട്ട് വരുന്നു അല്ലേ? അപ്പോൾ ഒരു വലംപിരി സ്ക്രൂ അതിൻ്റെ ടിപ്പ് അറ്റം ചലിക്കുന്നത് വൈദ്യുത പ്രവാഹ ദിശയിലാണെങ്കിൽ അത് തിരിക്കുന്ന ദിശയിലാണ് കാന്തിക മണ്ഡലം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കുക. കണ്ടക്ടർ, ഞാൻ നിങ്ങൾക്ക് കണ്ടക്ടറിന്റെ സൗകര്യത്തിന് ഒരു പേന കാണിക്കാം കേട്ടോ. അത് വീഡിയോയിൽ കാണാത്തതുകൊണ്ടാണ്. ഇതൊരു കണ്ടക്ടറാണെന്ന് സങ്കല്പിക്കുക. ഇതിന്റെ ഇവിടെ ഞാൻ പോസിറ്റീവ് ടെർമിനലും ഇവിടെ നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിലൂടെ കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മൂവ് ചെയ്യും ആണല്ലോ. അപ്പോൾ ഇതിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു വലംപിരി സ്ക്രൂ ഇതിന്റെ ഒപ്പം വെച്ചിട്ട് തിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. അപ്പോൾ കറണ്ട് ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് ഞാൻ എങ്ങനെ തിരിക്കണം? ഇത് ഇങ്ങനെ തിരിക്കണം അല്ലേ? ഇങ്ങനെ തിരിക്കുമ്പോഴാണ് ഇതിന് ടിപ്പ് കറണ്ടിന്റെ ദിശയിലേക്ക് വരിക. അപ്പോൾ ഇതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലം ആ തിരിക്കുന്ന ദിശയിലായിരിക്കും. ഓക്കെ, ഇങ്ങനെയും ഇത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ട് വേണം ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് കേട്ടോ. അത് ഉപയോഗിച്ചുകൊണ്ട് കാണുന്നതാണ് നല്ലത്. വലംപിരി സ്ക്രൂ എന്നും അതിന് പറയുമെന്നും അതെന്താണെന്നും നമ്മൾ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് ഇത് ശരിക്കും വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചാലും മതി കേട്ടോ. ഓക്കെ, നമ്മൾ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിലൂടെയുള്ള കറണ്ടും അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡുമാണ് നമ്മൾ പറഞ്ഞതല്ലേ. ഒരു ഋജുചാലകവും അതിലൂടെ ഉണ്ടാകുന്ന കറണ്ടും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലവും അല്ലേ. അപ്പം ഇങ്ങനെയുള്ളൊരു ഋജുചാലകം, ഒരു നിവർന്ന ചാലകം, ഇതിൻ്റെ ഈ അറ്റത്ത് ഞാൻ പോസിറ്റീവ് ടെർമിനലും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും ഈ അറ്റത്ത് സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനോട് ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആണല്ലോ. ഇതാണ് കറണ്ടിന്റെ ദിശ. അപ്പോൾ ഇതിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം എങ്ങനെയായിരിക്കും അറിയാം. നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കും. വലതു കൈ ഉപയോഗിച്ചിട്ട് തള്ളവിരല് കറണ്ടിന്റെ ദിശയിൽ പിടിക്കും അല്ലെ, ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഇതിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം ഇങ്ങനെയാണ് ആണല്ലോ അല്ലെ. ഇങ്ങനെയാണ് കാന്തിക മണ്ഡലം വരുന്നത്. റെഡിയല്ലേ? ഇങ്ങനെയുള്ള ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിനെ ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു ലൂപ്പാക്കി മാറ്റുന്നു. കണ്ടോ? അപ്പോൾ ഇതൊരു ലൂപ്പായി അല്ലേ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഇതിനൊരു ലൂപ്പാക്കിയിട്ട് മാറ്റുകയാണ്. ലൂപ്പ് അഥവാ ഒരു വളയമാക്കി മാറ്റുന്നു. അറ്റം കൂട്ടി മുട്ടിക്കുന്നില്ല, അറ്റം ഞാൻ മാറ്റി വയ്ക്കുന്നു. കണ്ടക്ടർ വളരെ നൈസാണ്, നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ വീഡിയോയില്? ഓക്കെ, കണ്ടല്ലോ. ഇങ്ങനെ ഒരു ലൂപ്പാക്കി വെക്കുന്നു. ഇത് രണ്ടും കൂട്ടിമുട്ടുന്നില്ല കേട്ടോ. ഇനി നോക്കിയേ, ഇപ്പോൾ ഇതിന്റെ ഈ അറ്റത്ത് പോസിറ്റീവ് ടെർമിനലും ഈ അറ്റത്ത് നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ ഇത് കൂടെയുള്ള കറണ്ട് ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണ് കറണ്ട് ആണല്ലോ. അപ്പോൾ ഇതിന്റെ ഈ ഭാഗവും ഞാൻ പരിഗണിക്കുന്നു. ഇത് എ എന്ന് പറയുന്ന ഭാഗവും ഇത് ബി എന്ന് പറയുന്ന ഭാഗവും ആണല്ലോ. ഇത് കൂടെ കറണ്ട് വരുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പൊ എ എന്ന് പറയുന്ന ഈ ഭാഗത്ത് കറണ്ട് താഴേക്കാണ് ഒഴുകുന്നത്, ബി എന്ന് പറയുന്ന ഈ ഭാഗത്ത് മുകളിലേക്കാണ് ഒഴുകുന്നത്. ശരിയല്ലേ? അല്ലെ? കറണ്ട് ഇങ്ങനെ ഒഴുകുമ്പോൾ ഇവിടെ മുകളിലേക്കും ഇവിടെ താഴേക്കുമാണ്. അപ്പൊ ഈ രണ്ടറ്റങ്ങളിലും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം എങ്ങനെയായിരിക്കും നോക്കാം. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് നോക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ കറണ്ട് മുകളിലേക്കാണല്ലോ, ഇപ്പൊ തള്ളവിരൽ മുകളിലേക്ക് വരുന്ന രീതിയിൽ വലത് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നു. അപ്പൊ ഇതിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം എങ്ങനെ നോക്കി? ഇങ്ങനെ പുറത്തു കൂടെ വന്നിട്ട് ഉള്ളിലൂടെ ഇങ്ങോട്ട് അല്ലെ, ഇതിനുള്ളിലൂടെ ഇങ്ങനെയാണ് വരുന്നത് ആണല്ലോ. ഇനി ഇവിടെ നോക്കാം, കറണ്ട് താഴേക്കല്ലേ. അപ്പൊ ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ തള്ളവിരൽ താഴേക്ക് പിടിക്കണം. അപ്പൊ നോക്കി, ബാക്കി വിരലുകളുടെ ഡയറക്ഷൻ നോക്കി, ഇങ്ങനെ പുറത്തു കൂടെ വന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്കല്ലേ അല്ലെ. അപ്പൊ ഈ ഭാഗത്തും ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നു, ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയും ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ ഈ ഉൾഭാഗം നോക്കുമ്പോൾ, ഈ സർക്കിളിന്റെ അല്ലെങ്കിൽ ലൂപ്പിന്റെ ഉൾഭാഗം നോക്കുമ്പോൾ, വളയത്തിന്റെ ഉൾഭാഗം നോക്കുമ്പോൾ കാന്തിക മണ്ഡലം മൊത്തം ഇങ്ങോട്ടാണ് വരുന്നത് ആണല്ലോ. ഇവിടുന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നു, ഇവിടുന്ന് വന്നിട്ടും ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നു. ശരിയല്ലേ? അപ്പോൾ ഇത് കൂടെ എല്ലാം ഇങ്ങനെ വരുന്നു, പിന്നെ ഇവിടെ നോക്കും ഇങ്ങനെ ചുറ്റും പാസ് ചെയ്യുന്നു. ഇതാണല്ലോ. ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോക്കൂ, ഈ ചിത്രം നോക്കൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ഇതിൽ കണ്ടോ. ഇത് അതുപോലെ നടുക്കൊരു പ്ലേറ്റ് പോലെ കാണുന്നത് നമ്മളൊരു ഒരു പ്രതലം കാണിച്ചതാണ്, ഒരു പേപ്പറാണെന്നെങ്കിലും സങ്കല്പിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ ആ പ്രതലത്തിൽ വരുന്ന കാന്തിക മണ്ഡലം നമ്മൾ കാണിക്കുന്നത്. നോക്കിയേ, എയും ബിയും കണ്ടോ. എയും ചിത്രത്തിൽ എ ബി സി എന്ന് പറയുന്നത് 3 ഭാഗമായിട്ട് കൊടുത്തതാണ്. എ എന്ന് പറയുന്നത് വളയത്തിൻ്റെ ഒരു അറ്റം, ബി എന്ന് പറയുന്നതിൻ്റെ സെൻറ്റർ ഭാഗം, സി എന്ന് പറയുന്നത് വളയത്തിൻ്റെ മറ്റേ അറ്റവും. അപ്പോൾ നോക്കി, ഈ വളയത്തിനുള്ളിൽ നടുക്ക് കാന്തിക മണ്ഡലം എല്ലാം വരുന്നത് ഒരേ ദിശയിലല്ലേ? നോക്കി അല്ലേ, ഇടത്തുനിന്ന് വലത്തോട്ടാണ് മാഗ്നറ്റിക് ലൈൻസ് വരുന്നത് ആണല്ലോ. ഇങ്ങനെയാണ് ഒരു ലൂപ്പാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കാന്തിക മണ്ഡലം വരിക. ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു ചുറ്റിൻ്റെ കാര്യമാണ്. നോക്കിയേ, ഒരു ചുറ്റ് അല്ലേ, ഒറ്റ ചുറ്റാണ് വരുന്നത്. അതിന് പകരം ഇപ്പോൾ ഒരു ചുറ്റാകുമ്പോൾ അങ്ങനെയാണല്ലോ, അതിന് പകരം ഞാൻ ഇതേപോലെ ഉള്ള ഒരു നേർരേഖ ചാലകം, ഋജുചാലകം അഥവാ സ്ട്രൈറ്റ് കണ്ടക്ടർ, ഒരു PVC പൈപ്പിൽ, ഒരു പൈപ്പ് കണ്ടോ, ഈ പൈപ്പിൽ ഇങ്ങനെ ചുറ്റുന്നു. ഇങ്ങനെ കൂടുതൽ ചുറ്റുകൾ ഉണ്ടാക്കുന്നു. നമ്മൾ നേരത്തെ ഒരു ഒറ്റ വളയത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, അതിന് കൂടുതൽ ചുറ്റുകളാക്കി മാറ്റുന്നു. ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഞാൻ ഊരിയെടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ കിട്ടിയത് കണ്ടോ, ഇതെന്താണ്? ഇങ്ങനെ ചുറ്റിയെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ കണ്ടക്ടർ അഥവാ ചാലകം ഒരു കവചിത ചെമ്പ് കമ്പിയാണ്. ഇതിന് പുറമെ ഒരു ഇൻസുലേഷൻ കോട്ടിംഗ് ഉണ്ട്, നൈസായിട്ടുള്ളൊരു ഇൻസുലേഷൻ കോട്ടിംഗ് ഉണ്ട്. തമ്മിൽ കൂട്ടിമുട്ടില്ല, അതായത് വൈദ്യുതിപരമായിട്ട് കൂട്ടിമുട്ടില്ല. അങ്ങനെ തട്ടിച്ചാലും അത് തമ്മിൽ കണക്ഷൻ കിട്ടില്ല, കാരണം ഇതിന്റെ പുറമെ ഒരു ഇൻസുലേഷൻ കോട്ടിംഗ് ഉണ്ട്, ഒരു കവചമുണ്ട്, ഇൻസുലേഷൻ കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ് അഥവാ കവചിത ചെമ്പ് കമ്പിയാണ്. ആ ചെമ്പ് കമ്പി നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്പ്രിംഗ് ആകൃതിയിൽ ചുറ്റിയെടുത്തു. കാണുന്നുണ്ടല്ലോ, ഒരു സ്പ്രിംഗ് ആകൃതിയിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സ്പ്രിംഗ് ആകൃതിയെ നമ്മൾ സർപ്പിൾ ആകൃതി എന്നും പറയും മലയാളത്തിൽ കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചെമ്പ് കമ്പിയെ ആണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയാം. ഇതൊരു സോളിനോയിഡാണ്. ഇതൊരു സോളിനോയിഡാണ് കേട്ടോ. അപ്പം എന്തായി, ഇതിൽ അനേകം ലൂപ്പുകളായില്ലേ? നേരത്തെ നമ്മൾ ഒരു ലൂപ്പിന്റെ കാര്യം പറഞ്ഞു, അത്തരം അനേകം ഗ്രൂപ്പുകളായി അല്ലെ, ലൂപ്പുകളായി, കൂടുതൽ ചുറ്റുകളായി വന്നു. അപ്പോൾ ഓരോ ചുറ്റും നമുക്ക് ഓരോ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഓരോ യൂണിറ്റ് കാന്തമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഇതൊരു വലിയ കാന്തമായിട്ട് പ്രവർത്തിക്കും. ആ കാന്തത്തിന്റെ കാന്തിക ബലരേഖകൾ അഥവാ കാന്തിക മണ്ഡലം ഒരു ബാർ കാന്തത്തിന് സമാനമായിരിക്കും. ബാർ കാന്തത്തിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഒരു ബാർ കാന്തം, അതിന്റെ ഒരു ഭാഗത്ത് നോർത്തും ഒരു ഭാഗത്ത് സൗത്തും, നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള കാന്തിക ബലരേഖകളൊക്കെ നമ്മൾ ഇങ്ങനെ വരച്ച് കാണിച്ചു ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ ഒരു ബാർ കാന്തത്തിന് സമാനമായ ഒരു കാന്തമായിട്ട്, വൈദ്യുത കാന്തമായിട്ട് ഈ സോളിനോയിഡ് മാറും. എപ്പോൾ? ഇതിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു സോളിനോയിഡിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ആ സോളിനോയിഡ് ഒരു ബാർ കാന്തത്തിന് സമാനമായ വൈദ്യുത കാന്തമായിട്ട് മാറും. ഓക്കെ, when a current passes through a solenoid, it will act like a bar magnet. Okay, it will be a electromagnet, just like a bar magnet. Its magnetic field will be just like a bar magnet. Okay, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഒരറ്റം നോർത്ത് ആയിരിക്കും, മറ്റേ അറ്റം സൗത്ത് ആയിരിക്കും. അത് ഫിക്സഡ് ആയിരിക്കും ആണല്ലോ, അതാണല്ലോ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഈ സോളിനോയിഡിന്റെയും ഒരഗ്രം സൗത്തും ഒരഗ്രം നോർത്തുമായിട്ടാണ് വരുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തിക ബലരേഖകളെയും അഥവാ ലൈൻസ് ഓഫ് ഫോഴ്സുകളെയും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നാണ് ഇതിനെ പറയുക. വൈദ്യുത ബലരേഖകൾ എന്ന് മലയാളത്തിൽ പറയും, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയും. ഇതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം നിലനിൽക്കുന്നത് അങ്ങനെയാണ്. ഇതിന് ചുറ്റുമുള്ള ബലരേഖകളെ, കാന്തിക ബലരേഖകളെ അഥവാ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ചിത്രീകരിച്ചത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. ഒരു ബാർ മാഗ്നറ്റിന്റെയും ഒരു സോളിനോയിഡിന്റെയും രണ്ടും ഒരുപോലെയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു സോളിനോയിഡ് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ, സോളിനോയിഡ് കൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്താവും? ഇലക്ട്രോ മാഗ്നറ്റ് ആവും. അതിന്റെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ എവിടെയാണ് വരിക? എങ്ങനെയാണ് അതിന്റെ നോർത്ത് സൗത്ത് പോളുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതാണ് അടുത്തത് പറയുന്നത്. നോക്കൂ. ഓക്കെ, ഒരു സോളിനോയിഡ് നേരത്തെ ഞാൻ കാണിച്ചു തന്നിരിക്കുന്ന പോലെ ഒരു സോളിനോയിഡ്. ഈ സോളിനോയിഡിന്റെ ഈ അഗ്രത്തിൽ ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും ഈ അഗ്രത്തിൽ ഒരു നെഗറ്റീവ് ടെർമിനലുമാണ് കണക്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങനെ വന്ന്, കാണുന്നുണ്ടോ? കറണ്ട് ഇതിലേക്ക് വന്ന് അല്ലേ, ഈ ചുറ്റിലൂടെ ഇങ്ങനെ കടന്നു പോന്ന് ഇതിലൂടെ ഇങ്ങനെ പോരും, ഇങ്ങനെ വരും, അങ്ങനെ ചുറ്റി 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 ഇങ്ങനെ ഈ അറ്റത്തേക്ക് എത്തും. ആണല്ലോ, കാണുന്നുണ്ടല്ലോ? അതിൻ്റെ ചുറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? വീഡിയോയിൽ നോക്കുക, അതിൻ്റെ ചുറ്റുകൾ ശ്രദ്ധിക്കുക. കണ്ടോ? അപ്പോൾ ഇവിടെ ഈ അറ്റത്ത് നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങളുടെ അറ്റത്ത് നോക്കുമ്പോൾ എന്തായിരിക്കും? ഈ സോളിനോട് നോക്കാം. പോസിറ്റീവ് ടെർമിനൽ ഇവിടെയാണ്. ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടാണ് വരുന്നത് അല്ലേ? കറണ്ട് ഇവിടെ നിന്ന് ചുറ്റിയിട്ട് ഇത് കൂടെ പോസിറ്റീവ് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി ഉള്ളിലേക്ക് വരികയാണല്ലോ, ഈ അറ്റത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ അറ്റത്ത് നിന്ന് നോക്കുമ്പോൾ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ, എനിക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ, നമുക്ക് ഈ പൈപ്പ് മാറ്റി വയ്ക്കാം. നോക്കാം, സോളിനോട് നോക്കാം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അറ്റത്ത് നിന്ന് നോക്കുമ്പോൾ, ഈ അറ്റത്ത് നിന്ന് നോക്കുമ്പോൾ കറണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് ദിശയിലാണ് ചുറ്റുന്നത്? ഈ അറ്റത്ത് നോക്കുമ്പോൾ അത് ക്ലോക്കിൻ്റെ എതിർ ദിശയിലാണ് ചുറ്റുന്നത്. നിങ്ങൾ നോക്കി നോക്കിയേ, അങ്ങനെ തന്നെയല്ലേ എന്ന് കാണുന്നില്ലേ? ഓക്കെ. അപ്പോൾ ആ അറ്റത്ത് നോക്കുമ്പോൾ, ഒരു അഗ്രത്ത് നോക്കുമ്പോൾ കറണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്, വട്ടം കറങ്ങുന്നത്, തിരിയുന്നത് ഏത് ദിശയിലാണോ നോക്കുക. അത് പ്രദക്ഷിണ ദിശയിലാണോ അപ്രദക്ഷിണ ദിശയിലാണോ എന്നാണ് നോക്കേണ്ടത്. നോക്കൂ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടെർമിനലും ഇവിടെ നെഗറ്റീവ് ടെർമിനലുമാണ്. റെഡി? ഇതിൽ പോസിറ്റീവ് ടെർമിനൽ, ഇവിടെ നെഗറ്റീവ് ടെർമിനൽ, അങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കറണ്ട് പാസ് ചെയ്യുക എങ്ങനെയാണ്? പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചുറ്റി 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 ഉള്ളിലേക്ക് വന്ന് ഇവിടെ പുറത്തേക്ക് വരും. ആണല്ലോ, ഇങ്ങനെയുള്ള കറണ്ട് പാസ് ചെയ്യുക പോസിറ്റീവ് ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഈ അഗ്രത്തിൽ നിന്ന് ഞാൻ നോക്കുകയാണ്. അപ്പോൾ കറണ്ട് വരുന്നു, അത് ഇങ്ങനെ ചുറ്റി തുടങ്ങുന്നു. ഈ അഗ്രത്തിൽ കറണ്ട് ചുറ്റുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലേ? നിങ്ങൾ നോക്കി നോക്കിയേ, നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് പ്രദക്ഷിണ ദിശയാണോ അപ്രദക്ഷിണ ദിശയാണോ? അത് അപ്രദക്ഷിണ ദിശയാണ്. ഞാനിവിടെ നോക്കുമ്പോൾ അത് അപ്രദക്ഷിണ ദിശയാണ്. നിങ്ങൾ നോക്കിയാലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരഗ്രത്തിൽ നിന്ന് നോക്കുമ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് അപ്രദക്ഷിണ ദിശയാണെങ്കിൽ, അഥവാ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ആ ധ്രുവം നോർത്ത് ആയിരിക്കും, അഥവാ ഉത്തര ധ്രുവമായിരിക്കും. നോർത്ത് പോൾ അഥവാ ഉത്തര ധ്രുവമായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ അറ്റം എന്താണ്? ഇവിടുന്ന് വരുന്നു, കറണ്ട് ഇങ്ങനെയാണ് ഒഴുകുന്നത്, ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്നത് ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ അത് ക്ലോക്കിന്റെ എതിർ ദിശയാണ്. നിങ്ങൾ നോക്കി വെക്കാം, നിങ്ങൾ ഇവിടെ നിന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതും ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അത് ക്ലോക്കിന്റെ എതിർ ദിശയാണ്. അപ്പോൾ അതെന്തായിരിക്കും? അത് നോർത്ത് അഥവാ ഉത്തര ധ്രുവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അറ്റം എന്തായിരിക്കും? ദക്ഷിണ ധ്രുവമായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. ഇനി നോക്കുകയാണെങ്കിൽ തെറ്റില്ല, കാരണം ഇവിടെ നെഗറ്റീവ് ആണല്ലോ. നോക്കാം, നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് ആണ്, അപ്പോൾ കറണ്ട് അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ അറ്റത്ത് നിന്ന് ശ്രദ്ധിക്കാം, കറണ്ട് ഈ അറ്റത്ത് ഇങ്ങനെ ചുറ്റി, ഇങ്ങനെയാണ് ഈ സ്പ്രിങ്ങിന്റെ ചുറ്റുകൂടെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ? ആ സ്പ്രിങ്ങിന്റെ ചുറ്റും നോക്കുക, കറണ്ട് ഇങ്ങോട്ട് നിങ്ങൾ ഈ അറ്റത്തേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ടാണ് ഇറങ്ങുന്നത്. നോക്കിയേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ചുറ്റുന്നത്. അപ്പോൾ ഈ ചുറ്റെന്താണ്? ഇത് ക്ലോക്കിന്റെ ദിശയിലാണ്. ഈ അറ്റത്ത് നോക്കുമ്പോൾ അത് ക്ലോക്കിന്റെ ദിശയിലാണ്, അഥവാ പ്രദക്ഷിണ ദിശയാണ്. പ്രദക്ഷിണ ദിശ അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ആ എൻഡ് അഗ്രം ഏതായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും, അഥവാ ദക്ഷിണ ധ്രുവമായിരിക്കും. അപ്പോൾ ഒരു സോളിനോയിഡിന്റെ ഒരു അഗ്രത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ അഗ്രത്തിൽ വൈദ്യുതി പ്രവഹിക്കുന്നത് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, ക്ലോക്കിന്റെ ദിശയിലാണെങ്കിൽ അത് ദക്ഷിണ ധ്രുവവും, അപ്രദക്ഷിണ ദിശയിലാണ് ഒഴുകുന്നതെങ്കിൽ അത് ഉത്തര ധ്രുവവുമായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ. ശ്രദ്ധിക്കാം, ഇഫ് ദ കറണ്ട് passes in clockwise direction when observed through one end, when observed from one end, if the current passes in clockwise direction, that end will be south pole, and if it is anti-clockwise direction, then that end will be north pole. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഒരു എൻഡിൽ നിന്ന് നോക്കുമ്പോൾ
നമുക്കിതൊക്കെ പരീക്ഷയ്ക്ക് വരുമ്പോഴൊക്കെ നമുക്കിത് ഇങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ. ഒരറ്റത്ത് നോക്കുമ്പോൾ ഏത് ദിശയിലാണ് കറങ്ങുന്നത്. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ആദ്യം സ്പ്രിങ്ങിന്റെ ചുറ്റും എങ്ങോട്ടാണെന്ന് അറിയണം. കറണ്ടിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ എവിടെയെന്ന് അറിയണം. കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോവുക. എന്നിട്ട് സ്പ്രിങ്ങിന്റെ ചുറ്റും നോക്കുക, അത് കൂടെ കറണ്ട് വരുമ്പോൾ ഇങ്ങോട്ടാണോ അതോ തിരിച്ച് ഇങ്ങനെയാണോ എന്നുള്ളത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണോ എന്ന് പരിശോധിക്കണം. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒരു സോളിനോയിഡിന്റെ അഗ്രങ്ങൾ ഏതൊക്കെ ധ്രുവങ്ങളായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള മാർക്ക്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ?